ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു UK ഡ്രീംസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഒരു ഓഫ് ഡേ ആയിരുന്നു. അന്നേരം നമ്മളിന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങാമെന്ന് കരുതി. അന്നേരം നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അറൈവ ടിക്കറ്റ് എടുത്ത് നമുക്കൊരു ഇവിടെ അടുത്തുള്ളൊരു പ്ലേസിലാണ്, ഹാഫ് ആൻ അവർ ജേണിയുള്ളൂ. അന്നേരം ഞാൻ കരുതി നിങ്ങൾക്കും കൂടെ ഇവിടുത്തെ പ്ലേസ് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് തന്നെ നൈസായിട്ടുള്ള വെതർ കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം മഴയാണെങ്കിൽ അടുത്ത ദിവസം ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നല്ല അടിപൊളി പ്ലേസാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്ലേസാണ്. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് റിവർ ഐസ്ലാൻഡിലായിരുന്നു. നേരം ഒരു ബാഗ് മേടിക്കാമെന്ന് കരുതി. നേരം എനിക്ക് ഒത്തിരി ബാഗ്സ് നോക്കി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ 2 ബാഗാണ്. ഞാൻ അന്നേരം ഇതിലൊന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ് ഒക്കെ കിട്ടും. പിന്നെ അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് നടന്ന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. അന്നേരം അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സ്ഥലമായിട്ട് പ്രത്യേക ഒരു എന്താ പറയേണ്ടത് ഒരു അടുപ്പമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് UK വന്ന സമയത്ത് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. അന്നേരം പിന്നീട് ഇവിടെ വരുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. നമ്മൾ ആദ്യം വന്നിട്ട് ഫസ്റ്റ് ടൈമിലുണ്ടായിരുന്ന നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്തതല്ലേ. പിന്നെ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മളവിടെ ഒരു ഷോപ്പിൽ കയറി ഫുഡ് നമ്മൾ വാങ്ങി. എന്നിട്ട് നമ്മൾ കരുതി അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ ഉള്ള പ്ലേസ് ഉണ്ട്. അന്നേരം അവിടെ പോയിരുന്ന് നല്ല സമാധാനത്തിൽ ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി. അന്നേരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ അവിടെ കൺസ്ട്രക്ഷന് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുമായിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബർഗറും അതുപോലെ തന്നെ ചിപ്സും പിന്നെ ചിക്കൻ നഗറ്റ്സും ആയിരുന്നു. ഫ്രൈഡ് ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ 2 ഡ്രിങ്ക്സും ആയിരുന്നു. അന്നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്ത് അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി. ഇതിവിടെ ക്ലീനിങ് ആക്കുന്നതാണ് കേട്ടോ. അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അന്നേരം നമ്മുടെ ബസ് വന്ന് തിരിച്ച് നമ്മൾ ബസ്സിൻ്റെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബസ് വന്ന് 2nd ഫ്ലോറിലായിരുന്നു. അന്നേരം അടിപൊളി വ്യൂസ് കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണാമായിരുന്നു. അന്നേരം കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്.
ഞാൻ വാങ്ങിയ ബാഗ് ഇതായിരുന്നു. അന്നേരം എനിക്ക് ഒത്തിരി കൺഫ്യൂഷനായിരുന്നു ഇത് എടുക്കണം എന്നുള്ള ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഫൈനലി ഞാനിതാണ് വാങ്ങിയത്. ഇതിന് വന്നത് 39 പൗണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു 4000 രൂപയുടെ അടുത്തുണ്ട്. പിന്നെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.